ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Anla, morning viewers. Yes. സർ, ഇന്നലത്തെ യു എസ് വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിൽ നിന്ന് വീണ്ടും തിരികെ കയറുന്ന ഒരു ഇൻഡെക്സുകളെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്ക് കടക്കുമ്പോഴേക്കും ഏകദേശം 500 പോയിൻറ്റ്സിനധികം ഒരു മുന്നേറ്റമാണ് നാസ്ഡാക്കിൽ ഉണ്ടായിരിക്കുന്നത്. 2.2% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സമാനമായ തരത്തിലൊരു മാസീവ് ബൈങ് തന്നെയാണ് ഡൗ ജോൺസിലും നടന്നിരിക്കുന്നത്. S&P ഫണ്ടിലേക്ക് എത്തുമ്പോഴേക്കും 1.5% ഒരു നേട്ടവും നൽകിയിട്ടുണ്ട്. സോ അമേരിക്കൻ വിപണികൾ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ട് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ അമേരിക്കയിലെ നാസ്ഡാക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്തത് നമുക്ക് അണ്ടർടോൺ തുടർച്ചയായിട്ട് ബുള്ളിഷ് അണ്ടർടോൺ തന്നെയായിരുന്നു കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു മൂവ്മെന്റിനെ തുടർന്ന് വീണ്ടും അണ്ടർടോൺ ഷോർട്ട് ടേമിൽ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും 26,400 വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഡൗ ജോൺസ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 24,400 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേസമയം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ക്ലോസ് ആയിട്ട് ഇന്നലെ കാണാൻ സാധിച്ചത്. ബട്ട് ഈ ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ 48,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഇന്നിപ്പോൾ വീണ്ടും പ്രത്യേകിച്ചും ക്രൂഡിലേക്കാണ് വരുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലത്തെ ആ ഒരു മൊമെൻറ്റം ഇന്നിപ്പോൾ എർലി അവേഴ്സിൽ കീപ്പ് ചെയ്യാനായിട്ട് ക്രൂഡിന് സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും ഡോളർ ഒരു സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ക്രൂഡ് ഒരു ഓവർ സപ്ലൈ സോണിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള അപ്ഡേഷൻസും ഒക്കെ പല റിപ്പോർട്ടുകളും നൽകുന്നുണ്ട്. സോ ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. വളരെ ലോ റിസ്കുള്ള ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് നമുക്ക് ക്രൂഡിൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ $60.75 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് $63 കാണുന്നത്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $58 ലെവലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡിൽ വീണ്ടും ഒരു ബൈങ് ഇൻട്രസ്റ്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഹൈ വോളിയത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നേറാനായിട്ടും ഇപ്പോൾ ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. വീണ്ടും $4,100 എന്നൊരു നില മറികടന്നിരിക്കുകയാണ്. സോ ഗോൾഡിൻ്റെ ആ ഒരു നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിനുള്ള തിരിച്ചു വരവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? വീണ്ടും ഒരു ബുൾ റാലിയിലേക്കുള്ളൊരു യാത്രയിലാണോ ഗോൾഡ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് തന്നെയായിട്ട് തുടരുന്നത്. ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബട്ട് എങ്കിലും കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാനിടയായി. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്കവറിയെ തുടർന്ന് എഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ്. ബട്ട് സ്വർണത്തിന്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ 4,200, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 4,285. 4,285 റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $4,100 ലെവലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50 സംബന്ധിച്ചിട്ട് 27,500 എന്നൊരു ലെവൽ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. 27,653 എന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ്സ് അകത്ത് നിന്നുകൊണ്ടാണ് ഇന്നലെ പ്രധാനമായിട്ടും ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടൊരു വോളറ്റിലിറ്റി കാണുകയും ഒരു ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷറുമായിരുന്നു ഇന്നലെ നിഫ്റ്റി 50യിൽ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. സോ നിഫ്റ്റി 50യിൽ ഉണ്ടാകുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മുന്നോട്ടേക്ക് താങ്കൾ പേഴ്സണലി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിലോ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഇൻഡെക്സിന്റെ കേസിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 27,200 സപ്പോർട്ട് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ 25,700 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റിന്റെ നേട്ടം നമുക്ക് ആ ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബിക്കോസ് ദ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 26,050 പോയിന്റിലാണ് കാണുന്നത്. സർ, അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരിക. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 57,846.2 എന്നൊരു ഡേ ലോയ്ക്കും 58,097.2 എന്നൊരു ഹൈക്കും ഇടയിലായിരുന്നു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലോസിംഗ് ആയപ്പോഴേക്കും ആ ഒരു ഡേ ലോയ്ക്ക് അടുത്തേക്ക് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതായിട്ടാണ്. കാരണം ഓൾമോസ്റ്റ് അതിനടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഒരു ക്ലോസിംഗും വന്നിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 58,577 ദാറ്റ് ഇസ് ദി ഓൾ ടൈം ഹൈ. അത് തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 57,200 സപ്പോർട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. അതിനോടൊപ്പം തന്നെ ചില ബാങ്കിങ് ഓഹരികളിലേക്ക് കൂടിയാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു യെസ് ബാങ്ക് ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് കൃത്യമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒക്ടോബർ 17 മുതൽ ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് യെസ് ബാങ്ക് ഓഹരികളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ യെസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യെസ് ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് യെസ് ബാങ്കിന്റെ കേസിലും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു കുതിപ്പായിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ തുടങ്ങി. കൈഷൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 22-ലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 23.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ്. സർ, അതിനോടൊപ്പം തന്നെ ഈസാ സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഒരുപക്ഷെ IPOയ്ക്ക് ശേഷം നിക്ഷേപകരെ ഒരുപാട് തരത്തിൽ നിരാശപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണ് ഈസാ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം നൽകാനായിട്ട് ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 1:00 കൂടി വളരെ മാസീവായിട്ടുള്ളൊരു ഹൈ വോളിയത്തിലൊരു ബൈയിങ് ആണ് നടന്നിരിക്കുന്നത്. സോ ഈസാഫിലുണ്ടായ ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള ഒരു സാധ്യത ഈ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയിൽ കാണുന്നുണ്ടോ? അല്ല, ഈസാഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 26.50 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 30.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിരിക്കും. ഒപ്പം തന്നെ യൂക്കോ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓഹരിയിലൊരു ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. യൂക്കോ ബാങ്കിലുള്ള താങ്കളുടെ ടേക്ക് എന്താണ്? യൂക്കോ ബാങ്കിന്റെ കേസിൽ അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 33 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 34.50. 34.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 31 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തായിട്ട് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് കൂടിയാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വളരെ ഫ്ലാറ്റായൊരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഓൾ ടൈം ലോയ്ക്ക് അടുത്തേക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്തേക്ക് വരെ എത്തുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ബൈങ് കടന്ന് വന്നിരുന്നു എങ്കിൽ പോലും ഇന്നലെയും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ വീണ്ടും അപ്പർ സൈഡിലേക്ക് പോയപ്പോഴേക്കും വീണ്ടും ഒരു സെല്ലിംഗ് പ്രശ്നമാണ് ഈ ഓഹരിയിൽ നേരിട്ടിരിക്കുന്നത്. സോ ഉത്കർഷിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഉത്കർഷിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്ന ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. എങ്കിലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 15 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 20 രൂപയും അതിനുശേഷം 22.20 റെസിസ്റ്റൻസും ബ്രേക്ക്. അടുത്തായിട്ട് ഐ ടി ഇൻഡെക്സിലേക്കാണ് വരുന്നത്. ഒരുപക്ഷെ ഇന്നലെ നിഫ്റ്റീനെ 25,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു സെക്ടർ എന്ന് പറയുന്നത് ഐ ടി ഇൻഡെക്സ് ആയിരുന്നു. വളരെ മാസീവായിട്ടൊരു ബൈങ് ആണ് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ഐ ടി ഇൻഡെക്സിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നല്ല ഓർക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി ആഴ്ചകൾക്ക് മുൻപ് ഐ ടി ഇൻഡെക്സിന് നമ്മളൊരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് വിലയിരുത്തി. ആൻഡ് ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഐ ടി ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ആൻഡ് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ ഇൻഡെക്സിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. 34,700 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 36,600 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. ചെറിയൊരു സെക്ടർ താങ്കൾ ഡാർക്ക് ഹോഴ്സ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഓഹരികൾ താങ്കളുടെ ഫോക്കസിലേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ഓൾറെഡി ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറിയിരിക്കുന്ന രണ്ട് സ്റ്റോക്സ്. നമ്പർ 1 is Coforge, രണ്ടാമത്തെ ഇന്റലക്ട് ഡിസൈൻ. ഇന്റലക്ട് ഡിസൈൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു മുന്നേറ്റത്തിന് ശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് വളരെ ലോ റിസ്ക് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. ബട്ട് നമ്മുടെ മേജർ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ TCS, ഇൻഫോസിസ് ആൻഡ് വിപ്രോ നോക്കുകയാണെങ്കിൽ അതിലെ ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ് ഉള്ളത് ഒരു സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇൻഡെക്സിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 3 സ്റ്റോക്സിലും നമുക്ക് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ബട്ട് ഈ 3 സ്റ്റോക്സിനും അപേക്ഷിച്ച് HCL ടെക്നോളജിയിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് മേജർ സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നത്. HCL ടെക്നോളജിയുടെ കേസിൽ 1,562 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും വരും സെഷൻസിൽ ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം HCL ടെക്നോളജിയിൽ പ്രതീക്ഷിക്കും. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത ഒരു ഓഹരിയായിരുന്നു വിശാൽ മെഗാമാർട്ട് എന്ന് പറയുന്നത്. വിശാൽ മെഗാമാർട്ടിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും 2024 ഡിസംബറോട് കൂടിയായിരുന്നു ഈ ഒരു ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്നൊരു ഭേദപ്പെട്ട റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു കൺസോളിഡേറ്റഡ് ഫേസിലേക്കാണ് ഈ ഒരു ഓഹരി നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രകടനം മാത്രം എടുക്കുമ്പോൾ 2% നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരിയിലൊരു ക്ലോസിംഗ് നടന്നത്. 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓഹരിയിലൊരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ വിശാൽ മെഗാമാർട്ട് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിശാൽ മെഗാമാർട്ടിന്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നു. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ വീക്ക്നെസ് വന്നിട്ടുണ്ട്. കൈവശം ലോങ്സ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 138 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോവർ പൊസിഷൻസ് ഒന്നും എടുക്കാൻ അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓഹരി എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലും ഏകദേശം 1% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നവംബർ 14 അവരുടെ ഒരു റിസൾട്ട് വരാനിരിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു ജൂലൈക്ക് ശേഷം കാര്യമായിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുള്ളൊരു ഓഹരിയല്ല. പലപ്പോഴും ഒരു സെല്ലിംഗ് പ്രശ്നം നേരിട്ടൊരു ഓഹരി കൂടിയാണിത്. സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു ബ്രോഡ് കൺസോളിഡേഷനിൽ ഇറങ്ങി. സപ്പോർട്ട് 188-ലും വളരെ സ്ട്രോങ് റെസിസ്റ്റൻസി 220-ലും കാണുന്നു. 188-ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യണം. പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 120-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്ത കമ്പനികളൊന്നായിരുന്നു ട്രെൻഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 7% നഷ്ടമാണ് ഈ ഒരു ഓഹരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മാസീവായിട്ടൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ട്രെൻഡ് ഓഹരികളിലുള്ള ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഈ ഒരു ഇടിവിനെ ഏതെങ്കിലും തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനുള്ളൊരു സാധ്യതയുണ്ടോ?
അല്ല, നമ്മളെ ട്രെൻഡിന്റെ കേസിൽ സെപ്റ്റംബർ 24-ലായിരുന്നു ഇതിന്റെ ഓൾ ടൈം അറൗണ്ട് 8,400 രൂപയ്ക്ക് അടുത്ത് കാണാൻ സാധിച്ചത്. ആൻഡ് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 14 മാസമായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേറെ മാറി. ആൻഡ് കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യും. സാറിനൊപ്പം തന്നെ ജുപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? ജൂപ്പിറ്റർ വാഗൻസിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ 308 രൂപ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത്. ആൻഡ് ആ ഒരു സപ്പോർട്ട് അറ്റ് ദ മൊമെന്റ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഹൗസുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. സാർ, അപ്പോൾ തന്നെ കല്യാൺ ജ്വല്ലേഴ്സിലേക്ക് കൂടി വരികയാണ്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പേഴ്സണലി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. വലിയൊരു സെൽ ഓഫിന് ശേഷം നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ, അതിനെ തുടർന്ന് ഈ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 480 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ്. സാർ, ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ സംസാരിച്ച മറ്റൊരു ഓഹരിയായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 2% നേട്ടം നൽകിയിട്ടുള്ളൊരു ഓഹരി കൂടിയാണ് ഇത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളുള്ള താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 1860 രൂപയെ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1640 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഷിപ്പ് ബിൽഡിംഗ് ഓഹരികൾ ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു ഓഹരിയായിരുന്നു ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഈ ഒരു ഓഹരി സംബന്ധിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും 4% ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് GRSEക്ക് സാധിച്ചിട്ടുണ്ട്. സോ GRSEയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? GRSEയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ബട്ട് എങ്കിലും ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2820 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാൻ സാധിക്കും. സാർ, ഒപ്പം തന്നെ സ്വാൻ ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? സ്വാൻ ഡിഫൻസിൽ നമുക്ക് ഒത്തിരി സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ലിക്വിഡിറ്റിയും ഇല്ല. ആൻഡ് പല ട്രേഡിംഗ് ഡേയ്സിലും ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിലാണ് പോയി ക്ലോസ് ചെയ്യപ്പെടുന്നത്. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ ഉടനടി അത് വൈൻഡപ്പ് ചെയ്യും. അടുത്തായിട്ട് രാംകോ സിസ്റ്റംസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 4% മുകളിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓഹരി ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ രാംകോ സിസ്റ്റംസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? രാംകോ സിസ്റ്റംസ് നിഫ്റ്റിയുടെ IT ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് ഔട്ട് പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. എങ്കിലും കഴിഞ്ഞ ആഴ്ച 662 രൂപ എത്തിയതിനു ശേഷം നമുക്ക് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 585 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ ലോ റിസ്കിലെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കും. സർ, നമ്മൾ ഓൾറെഡി ചില സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ IDFCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ. നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് IDFC First Bank is not a small finance bank, it is a commercial bank. ആൻഡ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 78 രൂപ 50 പൈസയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 83 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും.
സർ, അപ്പം തന്നെ സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? സുസ്ലോണെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ക്ഷമിക്കണം, ആ ഡേറ്റ് എനിക്ക് ലഭ്യമാകുന്നില്ല. എന്തായാലും സുസ്ലോൺ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ കഴിഞ്ഞ 3-4 മാസത്തിനിടെ വലിയൊരു കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എങ്കിലും ഒക്ടോബർ അവസാനത്തോടുകൂടി ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 58 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 61, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 64 സർ, ചില ഡിഫൻസ് ഓഹരികളിലേക്കാണ് അടുത്തതായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ 3.53% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഈ ഓഹരിയിൽ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ HAL-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് 4480 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുക. കൈവച്ച ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. ഒപ്പം തന്നെ BML ലിമിറ്റുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഓഹരി വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലായിരുന്നു ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹൈ ലെവൽസിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നതായിട്ടും കാണുന്നുണ്ട്. സോ BML ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BMLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ 1870 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2285 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ സർ, അടുത്തായിട്ട് പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ക്ഷമിക്കണം, ആ ഒരു ഡേറ്റ് ലഭ്യമാകുന്നില്ല. ഏതായാലും പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പാരസ് ഡിഫൻസിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 600 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 780 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. ഒപ്പം തന്നെ കിറ്റെക്സിലേക്ക് കൂടി വരികയാണ്. കിറ്റെക്സ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കിറ്റെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 2% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ കിറ്റെക്സ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിറ്റെക്സിന്റെ കേസിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ ട്രംപിന്റെ ടാരിഫ് നയത്തെ തുടർന്ന് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് നമുക്ക് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 170 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ സർ, അടുത്തായിട്ട് അനന്തരാജ് ലിമിറ്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. അനന്തരാജിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.25% ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അനന്തരാജിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേമിൽ നമുക്ക് സൈഡ് വേസ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 600 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നിങ്ങൾക്കിതായി നൽകിയിരിക്കുന്നത്. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.